ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരി വർക്കിൻ്റെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആരി വർക്കിൻ്റെ നീഡിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ആരി വർക്കിൻ്റെ നീഡിലാണ് കേട്ടോ. ഇത് ടുലിപ്പിൻ്റെ നീഡിലാണ്. ഇത് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യണത്. ഇത് വുഡൻ നീഡിലാണ്. ഇത് നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ടുലിപ്പിൻ്റെ നീഡിലിൽ ഞാൻ ഓൾറെഡി കുറച്ച് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് വുഡൻ നീഡിലും ചുറ്റിയെടുക്കാം കേട്ടോ. ഇതിനായിട്ട് ആവശ്യമുള്ളത് എംബ്രോയ്ഡറി ത്രെഡാണ്. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ഒരു ഗമ്മാണ്, പിന്നെ ഒരു കട്ടറും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എംബ്രോയ്ഡറി ത്രെഡിന് പകരം നമുക്ക് പൈപ്പിംഗ് ത്രെഡും യൂസ് ചെയ്യാം കേട്ടോ. പൈപ്പിംഗ് ത്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും. എംബ്രോയ്ഡറി ത്രെഡ് നമ്മൾ ഒരുപാട് ചുറ്റേണ്ടി വരുമല്ലോ. പൈപ്പിംഗ് ത്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയിലാണല്ലോ ഇതുണ്ടാവുക. അപ്പോൾ നമുക്കിതാ ആദ്യം ചുറ്റി തുടങ്ങാം. ആദ്യം നമ്മൾ നീഡിലെടുത്തിട്ട് നീഡിലിൻ്റെ ഒരു ഭാഗത്ത് ഇതാ അതുപോലെ ത്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് തന്നെ നമ്മൾ ചുറ്റി തുടങ്ങാം കേട്ടോ. നമ്മളിതാ അതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയാൽ മതി. നമുക്ക് കയ്യിൽ ആരി വർക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെറുതാകുമ്പോൾ ഇത് തിരിക്കാൻ പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. നമുക്ക് ത്രെഡ് ചുറ്റി കൊടുത്താൽ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ വുഡൻ നീഡിലൊക്കെ നമുക്ക് പിന്നെയും തിരിച്ചാൽ ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റും. ടുലിപ്പിൻ്റെ നീഡിലാവുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് പരന്ന ഭാഗം വരുമല്ലോ, അവിടെ നമുക്ക് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിലേറ്റവും നല്ലത് നമുക്ക് ഒരു ത്രെഡ് ചുറ്റി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുക കേട്ടോ. നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് ചെയ്യണതും ചുറ്റാതെ ചെയ്യണതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം മടിയാണ് വിചാരിച്ചിട്ട് ചുറ്റാതെ ചെയ്തിട്ട് പിന്നീട് അത് ചുറ്റി നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തന്നെ ആരി വർക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നീഡിൽ ത്രെഡ് ചുറ്റിയെടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തും. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ എംബ്രോയ്ഡറിയിൽ 40ഓളം സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് ബീഡ്സ് വർക്കിൻ്റെ കുറച്ച് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ് ആരി വർക്കിൻ്റെ ക്ലാസ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആരി വർക്കിന് വേണ്ട മെറ്റീരിയൽസിൻ്റെ ഒരു ക്ലാസ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതെന്തായാലും പോയിട്ട് കണ്ടുനോക്കുക. അതിനുശേഷം ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇനി ഇൻഷാ അല്ലാ ഓരോ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളും നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഇനി കൂടുതലായിട്ട് ആരി വർക്കിനെ കുറിച്ചിട്ട് അറിയാൻ ഇതിൽ ഞാനൊരു മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കുറച്ച് ഗമ്മാക്കി കൊടുക്കുക. അതവിടെ നിന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ത്രെഡ് പറഞ്ഞു പോരൊന്നുമില്ല കേട്ടോ, അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുക. ആരി നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, കൂടെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി കൂടുതൽ ആരി വർക്കിൻ്റെ വീഡിയോസ് വേണോ അതോ നമുക്ക് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് മതിയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ആരി വർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും.